ഓണസദ്യയിലും അതുപോലെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തൻ പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ജാസ്മിൻ സ്റ്റോറി നെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതിനായിട്ട് ഒരു 500 ഗ്രാം മത്തന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അത് വേവിക്കാൻ വെച്ച ടൈമിൽ ഒരു 1/4 കപ്പ് ചവ്വരി, 1/2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 300 ഗ്രാമോളം ശർക്കര പാനിയാക്കാനും വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്തോട്ട് വെക്കാം. ഈ ടൈമിൽ നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മാഷ് ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസുകൾ ഇതിലുണ്ടാവും. ഇനി നിങ്ങൾക്ക് അങ്ങനെ പീസുകൾ വേണ്ട, അത് ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ചെറിയ പീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പായസം കുടിക്കുമ്പോൾ ചെറിയ പീസുകൾ കടിക്കുന്നത് ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തോട്ട് വെക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു പിടി കാഷ്യൂസ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് നിറം മാറി വരുന്ന ടൈമിൽ അതുപോലെ തന്നെ ഒരു പിടി കിസ്മിസും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നില്ല. അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് പായസത്തിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പായസം കുടിക്കുന്ന ടൈമിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇടയ്ക്ക് കടിക്കുമ്പോൾ. ഇനി ഇതേ പാത്രത്തിലോട്ട് നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തൻ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര മുഴുവനായിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര ഇതുപോലെ കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഈ ശർക്കര പാനിയിൽ ഈ മത്തൻ്റെ നന്നായിട്ട് വരട്ടിയെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം പിടിക്കും കേട്ടോ ഇതൊന്ന് നമുക്ക് കുറുകി കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്കിത് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ ഇതിലോട്ട് വലിയ ഒരു തേങ്ങയുടെ 1ാം പാലും 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചവ്വരി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം ചവ്വരി വേണ്ട എന്നുള്ളവരാണെങ്കിൽ പച്ചരി ഇതുപോലെ കുതിർത്തിട്ട് അരച്ചിട്ട് ചേർത്താലും മതി. പക്ഷേ അരിപ്പൊടി ചേർക്കരുത് കേട്ടോ. അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഒന്നെങ്കിൽ പച്ചരി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ആകുമ്പം ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പം അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. എന്താ ഈ ഒരു രീതിക്ക് ഇത് പാകമായി കിട്ടിയിട്ടുണ്ട്. ചവ്വരിയൊക്കെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ തിക്കാവണ്ട കേട്ടോ. ഇതിലും കൂടുതൽ തിക്കാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പായസം തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി തിക്കാവും. അപ്പോൾ അത് ഓവർ തിക്നെസ്സിൽ മാറും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ കിട്ടുമ്പോൾ ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ. ഇത് 1ാം പാല് ചേർത്തതിന് ശേഷം ഇതൊരിക്കലും തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ അതിനായിട്ട് ഇതൊരിക്കലും ലോ ഫ്ലെയിമിൽ നിന്ന് ഇത് കൂട്ടി വെക്കുകയേ ചെയ്യരുത്. നമ്മളിത് കൂട്ടി വെച്ച് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ടൊരു 4-5 ഏലക്ക ചതച്ചത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മൾ ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ രുചികരമായിട്ടുള്ള മത്തൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണേ.